കുക്കറിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു 1/4 കപ്പ് മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മസൂർ ദാൽ തന്നെയോ അല്ലെങ്കിൽ തുവരപ്പരിപ്പ് തന്നെയോ ഇട്ടെടുക്കുക. ഇതൊന്ന് കഴുകി കൊണ്ടുവരാം. ഞാനിവിടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ചിരക്കയുടെ ഒരു കഷ്ണമാണ്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ചിരക്ക കൂടി ഇടുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. ഈ രീതിയിൽ നന്നായി കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാമ്പാറിന്. ഇനി ഒരു മീഡിയം സൈസ് സവാളയാണ്, അത് കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 വെളുത്തുള്ളി, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേവിച്ച് കൊണ്ടുവരാം. ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾസ് ഒരു ക്യാരറ്റിൻ്റെ പകുതി, പിന്നെ ഒരു ചെറിയ കുക്കുംബർ, പിന്നെ ഒരു ചെറിയ പൊട്ടറ്റോ, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാറാണ്. പിന്നെ ഒരു പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു 2 മീഡിയം സൈസ് തക്കാളിയാണ്, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പുളി പിഴിയുന്നില്ല, തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര ഇടുന്നത്. നിങ്ങൾ പുളി പിഴിയുന്നുണ്ടെങ്കിൽ ഇത്ര ഇടേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇപ്പോൾ വിസിൽ വന്ന് അതിൻ്റെ എയർ എല്ലാം പോയിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് താളിച്ചിട്ടതിന് ശേഷമാണ് ഇതിനി ബാക്കി വേവിക്കുന്നത്. ഇതിൽ മുരിങ്ങാക്കോലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊന്ന് താളിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നെ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ്, അതൊരു 2 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 4-5 ചെറിയ ഉള്ളിയാണ്, അതൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ എണ്ണയുടെ ചൂടിൽ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഇനി നമുക്കിത് സാമ്പാറിലെ ആ പച്ചക്കറികളുടെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലുള്ളത് കൂടി ഞാനൊന്ന് അല്പം പരിപ്പൊഴിച്ച് എടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കൂടി വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മുരിങ്ങാക്കോൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ മുരിങ്ങാക്കോൽ, അത് ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പ് നോക്കി, ഉപ്പ് കുറവുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ വെയിറ്റ് മാറ്റിയതിന് ശേഷമാണ് ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നത്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങാക്കോലും വെന്തിരിക്കും. ആ വെജിറ്റബിൾസിലേക്കെല്ലാം ആ സാമ്പാറിൻ്റെ എല്ലാം നന്നായി പിടിച്ചിരിക്കുകയും ചെയ്യും. ഇനി അല്പം മല്ലിയില കൂടി ഇട്ട് നമുക്ക് സാമ്പാർ എടുക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റിയായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്